ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് മോസ്റ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് LDC മെയിൻസ്, ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസും +1 +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമഗ്രയുടെ സൈറ്റിൽ കയറി ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് 11 കൊടുത്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് 12 കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ 2 ടെക്സ്റ്റ് ബുക്ക് വരും. അതിനകത്ത് ഞാനിപ്പോൾ രണ്ടാമത്തെ പാർട്ടാണ് എടുത്തിട്ടിരിക്കുന്നത്, +1ന്റെ. അതിനകത്തെ കമ്പ്യൂട്ടർ ശൃംഖലകൾ, ഇന്റർനെറ്റും മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് 2 ചാപ്റ്ററുകൾ, പിന്നെ ഫസ്റ്റ് പാർട്ടിലെ ഒരു ചാപ്റ്റർ. ഫസ്റ്റ് പാർട്ടിലെ ഏത് ചാപ്റ്റർ എന്ന് ഞാൻ പറഞ്ഞുതരാം. കമ്പ്യൂട്ടിംഗ് വിജ്ഞാന ശാഖ, ഡാറ്റയുടെ പ്രതിനിധാനവും ബോളിയൻ ബീജഗണിതവും, പിന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഘടകങ്ങൾ എന്നീ 3 യൂണിറ്റുകളും വായിച്ചിരിക്കുക. അത്യാവശ്യം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നിന്നാണ് പുതിയ പാറ്റേൺ അനുസരിച്ചിട്ട് വരുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ റിവിഷൻ ഏതിലൂടെ ആകണം? നമ്മുടെ സമഗ്രയുടെ സൈറ്റ് എടുത്ത് +1 +2 കമ്പ്യൂട്ടർ സയൻസിന്റെ മലയാളം കിട്ടും. അപ്പൊ അതെടുത്ത് വെച്ച് വായിച്ച് നോക്കിയാൽ മതിയാകും. ഓക്കെ, പിന്നെ +2 പഠിക്കണമെന്ന് ചോദിച്ചാൽ +2ന്റെ കൂടി നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് വെബ് സാങ്കേതിക വിദ്യ എന്നുള്ളൊരു ചാപ്റ്ററും പിന്നെ പാർട്ട് 1 ഈ ബാക്കിയുള്ളത് വായിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ലതാണ്. പക്ഷെ വെബ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന ചാപ്റ്റർ ഉറപ്പായിട്ടും വായിച്ചിരിക്കണം. ഡേറ്റാബേസിന്റെ ഒക്കെ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ കമ്പ്യൂട്ടിംഗ് മുന്നേറ്റങ്ങൾ, വിവരാശയ വിനിമയ സാങ്കേതിക വിദ്യയും സമൂഹവും, ഇത്രയും വായിച്ചാൽ മാത്രം മതിയാവും. ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരും ഇത്രയും പഠിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 3 മാർക്ക് ഉണ്ടെങ്കിൽ അതിൽ 2 മാർക്ക് ഉറപ്പിക്കാൻ പറ്റാവുന്നതാണ്. 3 മാർക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതിയല്ലോ എന്ന് വെച്ച് ടീച്ചർ എന്തേ പറഞ്ഞിട്ട് ബാക്കി എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കംപ്ലൈന്റ് പറയും. അതുകൊണ്ടാണ് പറയുന്നത് 3ൽ 2 മാർക്കും ഉറപ്പായിട്ടും നിങ്ങൾ ഈ 2-3 ചാപ്റ്റേഴ്സ് പഠിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ കിട്ടും. ഇൻ കേസ് നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ലെങ്കിൽ നോക്കാതെ എക്സാമിന് പോകരുത്. കാരണം ഇപ്പോൾ വന്നിട്ടുള്ള എക്സാമിനും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ, ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഡെയിലി 3ൽ കൂടുതൽ വീഡിയോസ് ഇടേണ്ടി വരും. കാരണം നമ്മുടെ SCRT ക്വസ്റ്റ്യൻ ബോർഡ് എമർജൻസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ 3 വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മാത്രമേ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പൊ നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ മാത്രമല്ലേ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ. പിന്നീട് നിങ്ങൾ കംപ്ലൈന്റ് പറയും, ടീച്ചർ ഇത് കംപ്ലീറ്റ് ആക്കിയില്ലോ എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറയും. അങ്ങനെ കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാത്തതാണ്. കിട്ടാൻ വേണ്ടി നമ്മുടെ PSC ബേസിക്സ് എന്നുള്ള ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും ലിങ്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. PSC ബുള്ളറ്റിനകത്ത് ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ട്. മറക്കരുത്, മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്ത് വേണം പഠിക്കാനായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ. അപ്പോൾ മാക്സിമം നമുക്ക് അതിനായിട്ട് ശ്രമിക്കാം. ഇൻ കേസ് എൻ്റെ വീഡിയോകളിൽ മിസ്റ്റേക്സ് വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ എത്രയും പെട്ടെന്ന് എന്നെ കമന്റ് ആയിട്ട് പിൻ ചെയ്തിടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും ജാഗരൂകരായിട്ട് പഠിച്ചിരിക്കേണ്ട 3-4 കാര്യങ്ങളുണ്ട്. SCRT ക്വസ്റ്റ്യൻ ബോർഡ് വർക്കൗട്ട് ചെയ്യണം, പ്രത്യേകിച്ചും സയൻസിന്. പിന്നെ ജോഗ്രഫി, അതുപോലെ സുപ്രധാന നിയമങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം രീതിയിൽ വേണം നമ്മൾ അതിനെയൊക്കെ സമീപിക്കാനുള്ളത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാര്യമാണ്. പിന്നീട് നമ്മൾ പറയുന്നത് PSC ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണമെന്നാണ്. പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിനെ വിട്ടുകളയരുത്. കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ വീണ്ടും 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 എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. 20 മാർക്കാണ്, മറക്കരുത്. 20 മാർക്ക് ആയിരിക്കത്തില്ല, 20 മാർക്കിൽ കൂടുതലും കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് പ്ലസ് ആ കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് മറ്റ് സിലബസിലുള്ള ടോപ്പിക്കിന് അതിനെന്തെങ്കിലും പ്രാധാന്യം ഉണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും പറയാനായിട്ട് മറക്കരുത്. പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, പറയാനുള്ള എല്ലാം ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യം. കാരണം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് എത്താനുള്ള സാധ്യത കുറവാണ്. 3 വീഡിയോസിന് മാത്രമേ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ കറക്റ്റ് നിങ്ങൾക്ക് വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവന്നത്. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.